2 കിലോ ചിക്കൻ. അപ്പോൾ നമുക്കത് കറി വയ്ക്കാനാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് സവോള ഇടാം. അത് വഴന്ന് വരട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ടുണ്ട്. അപ്പോൾ പിന്നെ സവോള വേഗം ആയിക്കോളും. ഈ ഉപ്പ് ചെല്ലുമ്പോൾ വേഗം സവോള വഴന്ന് കിട്ടും. വഴന്ന് വരട്ടെ. സവോള ഒരു വിധം ആയി വന്നിട്ട് ഒരു പകുതി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ കൂടി ചതച്ചതാണ്. ഇത് നമുക്ക് ഇട്ടത്. അതിൽ കിടന്ന് നന്നായി വഴന്ന് വെച്ചാൽ സവോള നന്നായി വഴന്ന് വരണം. എന്നാലും അതിൻ്റെ ഒരു അപ്പോൾ 2 വെളുത്തുള്ളിയൊക്കെ നന്നായി വഴങ്ങണം. അതിൽ കിടന്നിട്ട് വെളിച്ചെണ്ണയിൽ അപ്പോൾ ഭയങ്കര ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഒക്കെ ഒരു വിധം ഒന്നുകൂടി വഴങ്ങി വന്നിട്ട് സവോള ഇട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടു. നന്നായി വഴങ്ങി തക്കാളി ഒരു ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണ് മുളക് പൊടി, സാധാ മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. അത് ആദ്യം ഇടാം. അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ഇറക്കി വെക്കാം. ശേഷം വേപ്പിലിട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് മസാല ഞാൻ പൊടിച്ചതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ ഒരു ചെറിയ സ്പൂണ് ചൊറുക്ക. ചിക്കനും കൂടിയിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് അടച്ച് വെച്ചൊരു മീഡിയം തീയിൽ വേവിക്കും. വേണം നേരത്തെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിന് വെള്ളം തീരെ വെള്ളം പറ്റിയാണോ കിടക്കണേ, അടിയിൽ പിടിക്കുന്നതെന്നൊക്കെ നോക്കൂല. അപ്പോൾ ഉപ്പ് പാകാണൊന്നും അതിൻ്റെ ഒക്കെ നോക്കിയോ.
ഇതിലിപ്പോൾ അതൊന്നും മല്ലിയിലും പുതിനയിലിട്ടു. അപ്പം അത് നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചപ്പാത്തി കഴിക്കാനാണ്, അപ്പോൾ സ്വല്പം ചാറ്. അപ്പോൾ അങ്ങനെയാക്കിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.